പല എഴുത്തുകളിലും കണ്ടിട്ടുണ്ട്. സ്വർഗത്തിലെ രസങ്ങളൊക്കെ പറഞ്ഞിട്ട് പുരുഷന്മാരെ വശീകരിക്കുന്ന അഭിസാരികയെപ്പോലെ ദൈവത്തെ ചിത്രീകരിക്കുന്ന കൊലത്തിൽ. ഇങ്ങനെ പറയുമ്പോൾ സ്വർഗത്തിൻ്റെ ഇപ്പോൾ പറഞ്ഞു, നരകത്തിൻ്റെ ശിക്ഷകളും ഏറെ ചെറിയ ശിക്ഷ തന്നെ വലിയ സംഭവമാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറയുമ്പം റഹ്മത്തിൻ്റെയും റഹ്മാനും ഒക്കെ ആയ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് അത്തരത്തിലുള്ള ശിക്ഷകൾ സാധ്യമാണോ? ഏറെ പൊറുക്കാൻ മനസ്സുള്ള റബ്ബിൻ്റെ അടുത്ത്, ഏറെ റഹ്മത്തുള്ള റബ്ബിൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ശിക്ഷകൾ വരാൻ സാധ്യതയുണ്ടോ? പലപ്പോഴും ഈ പടച്ചോനെക്കുറിച്ച്, പടച്ചോൻ സ്നേഹമുള്ളവനാണ്, സ്നേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പടച്ചോൻ സ്നേഹം മാത്രമല്ല, ഗോഡ് ഈസ് ലവ് എന്നൊക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ ഇസ്ലാമേതരമായ മതങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ കേൾക്കാമെങ്കിലും ഇസ്ലാമിൽ പടച്ചവൻ സ്നേഹം മാത്രമല്ല, മറിച്ച് പടച്ചവന് മറ്റ് സിഫാത്തുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നീതി എന്ന് പറഞ്ഞത്. ഒറ്റ കാര്യം മാത്രം ചോദിക്കാം. നെതന്യാഹു മരിക്കുന്നു, ഫലസ്തീനിലുള്ള ഹിന്ദ് റജബിനെ നൂറുകണക്കിന് ബുള്ളറ്റുകൾ പായിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊല്ലുന്നു. ഹിന്ദ് റജബും മരിച്ചു, അതേപോലെ നെതന്യാഹുവും മരിച്ചു. ഇത് രണ്ടും ഓക്കെ, പടച്ചോൻ ഇങ്ങനെ സ്നേഹമാണ്, സ്നേഹം മാത്രമാണ്. നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കുക, പടച്ചോൻ സ്നേഹം മാത്രമായിക്കൊണ്ട് ഓക്കെ ഹിന്ദ് റജബിന് സ്വർഗം കൊടുത്തു, നെതന്യാഹുവിന് ഒന്നും സംഭവിക്കുന്നില്ല, നരകം പാടില്ലല്ലോ. നരകം പടച്ചോൻ സ്നേഹമായതുകൊണ്ട് നരകം പാടില്ലല്ലോ. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ സ്നേഹം വിശാലമായ സ്നേഹം എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നെതന്യാഹുവിന് ഒരു ശിക്ഷയുമില്ല, ആ പിഞ്ചു ബാലികക്ക് സ്വർഗം കൊടുത്തു. ഇത് ശരിക്കും നമുക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലോകത്ത് വലിയ വലിയ തിന്മകൾ ചെയ്തവർ, അങ്ങേയറ്റം കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായവർ, അവരൊക്കെ മരിക്കുന്നതോടുകൂടി മരിച്ചു മണ്ണാവുക എന്ന് പറയുന്നത് നീതിയാണെന്ന് നമ്മുടെ മനസ്സെങ്കിലും പറയുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ പറയുന്നത് പടച്ചവൻ വെറും സ്നേഹം മാത്രമല്ല, സ്നേഹമുള്ളവൻ മാത്രമല്ല, റഹ്മാനും റഹീമും മാത്രമല്ല, മറിച്ച് കൃത്യമായി നീതി നടപ്പിലാക്കുന്നവനും കോപിക്കുന്നവനും കൂടിയാണ്. കോപിക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മളോട് നിസ്കരിക്കാതിരിക്കുമ്പോൾ ഉമ്മ പറയുന്ന കോപിക്കൽ മാത്രമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഈ പറഞ്ഞ മൃഗങ്ങൾ എന്ന് പോലും പറയാൻ പറ്റൂല, മനുഷ്യരൂപമുള്ള ചെകുത്താന്മാർ, ലോകത്തുള്ള 10,000-കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ വെച്ചാൽ ആവിയാക്കി കളഞ്ഞതാണ്. 2000-ഓളം ഫലസ്തീനികളെ ആവിയാക്കി കളഞ്ഞതാണ് ഒരു പുതിയ ആയുധം ഉപയോഗിച്ചുകൊണ്ട്. ഇത് ചെയ്യുന്നവരോട് പടച്ചവൻ കോപിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മളെ മനസ്സിലോട് നമ്മൾ ചോദിച്ചു നോക്കുക, നമ്മൾ ഉള്ളിൽ കാണുന്ന ആ പടച്ചോന് ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ നമ്മുടെ ഫിത്രത്തിലെങ്കിലും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ഒക്കെ ഈ തത്വം പറയുമ്പോഴും വലിയ സ്നേഹം പറയുമ്പോഴൊക്കെ പടച്ചവൻ സ്നേഹം മാത്രമാണെന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നീതി നടപ്പിലാക്കുക എന്നുള്ളത് മനുഷ്യ മനസ്സിന്റെ തേട്ടമാണ്. അതുകൊണ്ട് നരകം എന്നുള്ളത് അനിവാര്യതയാണ്. പടച്ചവന്റെ ആ സിഫാത്തുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നരകം നിർബന്ധമാണ് എന്നുള്ളത് ഇത്തരം കാര്യങ്ങളോടുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പടച്ചോൻ ഏറെ പൊറുക്കുമെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പടച്ചോൻ പൊറുക്കുന്നതിൻ്റെ മാനദണ്ഡത്തെ പറ്റി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വലൈസത്തി തൗബത്തുൽ ഇല്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത് ഖാല ഇന്നീ തുബ്തുൽ ആൻ. ഒരു മനുഷ്യന് പാപമോചനം തൗബയില്ല. അതാരാണെന്ന് വെച്ചാൽ അയാൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹത്താ ഇദാ ഹദറ അഹദഹുൽ മൗത്ത്, മരണം എത്തുന്നത് വരെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഖാല ഇന്നീ തുബ്തുൽ ആൻ, മരണം വരുമ്പോൾ അയാൾ പറയുന്നു ഞാൻ ഇതാ തൗബ ചെയ്യുന്നു. അവന് തൗബയില്ല. ഇന്നമ തൗബത്തു ലില്ലാഹി അലല്ലാഹി ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യഖൂലൂൻ. അഥവാ ആൾക്ക് തൗബയുള്ളത് ആർക്കെന്ന് വെച്ചാൽ അവൻ തെറ്റ് ചെയ്തു പോകുമ്പോൾ ഒരു ജഹാലത്തിൽ അഥവാ ഒരു തിരിച്ചറിവില്ലാത്തൊരു പ്രത്യേക അവസ്ഥയിൽ തെറ്റ് ചെയ്തു പോകുമ്പോൾ അവൻ പെട്ടെന്ന് പാപമോചനം തേടുന്നുവെങ്കിൽ അവനാണ് തൗബയുള്ളതെന്ന് പറയുന്നു. വേറെയും മാനദണ്ഡങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറയുന്നത് പാപമോചനം ഉണ്ടെന്ന് പറയുന്നത് കണ്ടീഷനോടെയാണ്. എല്ലാ പാപങ്ങളും പൊറുക്കുന്ന പക്ഷം പറയുന്നില്ല. ഒപ്പം തന്നെ ഒരിക്കലും പൊറുക്കാത്തൊരു പാപം, മരണത്തിന് മുമ്പ് നമ്മൾ പാപമോചനം തേടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും പൊറുക്കാത്തൊരു തെറ്റിനെ പറ്റി, പാവത്തെ പറ്റി പടച്ചവൻ വിശദീകരിക്കുന്നുണ്ട്. അതാണ് പടച്ചവനിൽ പങ്കു ചേർക്കൽ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് പടച്ചവൻ പൊറുക്കുന്നില്ല? പടച്ചവനിൽ പങ്കു ചേർക്കൽ പടച്ചവൻ എന്തുകൊണ്ട് പൊറുക്കാത്തത്? പടച്ചവൻ നമുക്ക് നൽകിയിട്ടുള്ള നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്ന ലിറ്ററലി അത്രയും ഭീമമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ അത് എണ്ണി നോക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശരിക്കും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല. ശരീരത്തിന് എണ്ണൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങൾ എണ്ണി തീർക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെ കോശങ്ങൾ ഒരു നിമിഷം ഒരു കോശം എണ്ണുകയാണെങ്കിൽ 11 ലക്ഷം വർഷം എടുക്കും കോശങ്ങൾ എണ്ണിത്തീരാൻ. അഥവാ അത്രയും ഭീമാണ് മനുഷ്യൻ ലഭിച്ച അനുഗ്രഹങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പടച്ച തമ്പുരാൻ ഒരുപാട് ഡിമാൻഡ്സ് നമ്മളോട് ചോദിച്ചിട്ടില്ല. അവൻ ഹലാലാക്കിയതാണ്, അവൻ ഹറാമാക്കിയതിനേക്കാൾ അധികം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ചു തന്നു. കുറച്ച് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു, ഇനി ഞങ്ങൾ ചെയ്തു പോയാൽ പുറത്തു തരാമെന്ന് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യാൻ പറഞ്ഞു.
ആ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുന്നത് വിട്ടുപോയാലൊക്കെ കുഴപ്പമില്ല, അതും പുറത്തരാന്ന് പറഞ്ഞു. അങ്ങനെ സകല പാപമോചനത്തിന്റെയും പ്രതിഫലത്തിന്റെയും കവാടങ്ങൾ തുറന്നിട്ടു. നിങ്ങൾ ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ 10 ഇരട്ടി 70 ഇരട്ടി പല പല പ്രതിഫലങ്ങൾ പറഞ്ഞു. തിന്മ ചെയ്യുകയാണെങ്കിൽ അതൊന്നായിട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അഥവാ പ്രതിഫലം നേടാനും സ്വർഗം നേടാനും അത്ര വിശാലമായിട്ടുള്ള അവസരങ്ങൾ പഠിച്ച് ഒരുക്കി തന്നു. എന്നിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു, അത് പുറത്തേരെന്ന് പറഞ്ഞു. ഒറ്റ കാര്യം മാത്രം ചെയ്യരുതെന്ന് പറഞ്ഞു, അഥവാ എന്നിൽ പങ്കു ചേർക്കരുത്. അപ്പൊ ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ സ്വീകരിച്ച അവന്റെ പടച്ചോന്റെ കമ്മ്യൂണിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കുന്ന ബോധ്യപ്പെടുന്നത് ലഭിച്ചിട്ടുള്ള മനുഷ്യൻ ആ കമ്മ്യൂണിക്കേഷൻ അവന് മനസ്സിലാവും. പടച്ചോൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവൻ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മനസ്സിലാവും. എന്നിട്ടും അവൻ അത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പടച്ചോൻ ഒരു കാര്യം മാത്രം അങ്ങനെ സ്ട്രിക്റ്റ്ലി പറഞ്ഞിട്ടുള്ളൂ, എന്നിൽ പങ്കു ചേർക്കരുത്. ഞാൻ മാത്രമായി നിങ്ങൾക്ക് നൽകുന്നൊരു കാര്യം അത് വേറൊരാളും കൂടെ നൽകുന്നു എന്ന് പറയരുത്. എനിക്ക് മാത്രമായി നിങ്ങൾ നൽകേണ്ട ഒരു കാര്യം അത് വേറെ ആർക്കെങ്കിലും കൂടി കൊടുക്കരുത്. അത് മാത്രമേ കണ്ടീഷനുള്ളൂ. അതവൻ ലംഘിക്കുമ്പോൾ ആ പടച്ചവൻ്റെ അടുത്ത് അവൻ വലിയ തിന്മ ചെയ്ത അയാളായിട്ട് മാറിയിട്ടില്ലേ? അഥവാ നമ്മളിപ്പോൾ ചെറിയ ഉപകാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലേ, ഇപ്പോൾ നമ്മളൊരു 100 രൂപ കടം കൊടുത്ത ഒരാൾ, ആ കടം കൊടുത്ത ഒരാൾ 100 രൂപ കടം കൊടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമ്മളെ കാണുമ്പോൾ മുഖം തിരിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവും. എന്താ കാരണം അറിയോ? നമ്മളോട് 100 രൂപ കൊടുത്തിട്ട് നമ്മൾ അവഗണിക്കുന്നു എന്നുള്ളതാണ്. 100 രൂപ കൊടുത്ത ആളാണേ. പടച്ച നമ്പർ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളോ 100 രൂപ ഒന്നിച്ച് കഴിഞ്ഞാൽ അതിന് എത്ര കോടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ അനുഗ്രഹങ്ങളിലേക്ക് എത്തുക. അഥവാ ചെറിയൊരു സഹായം ചെയ്തിട്ട് അയാളോട് നന്ദികേട് കാണിക്കുമ്പോൾ പോലും നമുക്കിവിടെ വലിയ അനീതിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വലിയ തെറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴോ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ നൽകിയ പടച്ചവനോട് കാണിക്കുന്ന ഒരു അനീതിയോ അല്ലെങ്കിൽ പടച്ചവനോട് കാണിക്കുന്ന ആ ഒരു നന്ദികേടോ എത്ര വലിയ തെറ്റാണ്. ആ തെറ്റിന് സ്വാഭാവികമായിട്ടും അവൻ ശിക്ഷ അർഹിക്കുന്നുണ്ട്. വളരെ ഇപ്പോൾ നമുക്ക് ഈ അടുത്തുണ്ടായ ചില കൊലപാതകങ്ങളിൽ ഉറ്റവരെ കൊന്ന ആൾക്കാർ ഭയങ്കര പ്രശ്നക്കാരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്താ അറിയോ? ആ ഉറ്റവരോട് കടപ്പാടുണ്ടാവേണ്ടാണ്. അപ്പോൾ കടപ്പാടുണ്ടാവേണ്ട മനുഷ്യൻ കടപ്പാട് പ്രവർത്തിച്ചില്ലെന്ന് മാത്രമല്ല, ആ കടപ്പാടിന് പോരായിട്ട് എന്ത് ചെയ്യുന്നു? നന്ദികേട് കാണിക്കുന്നു. കടപ്പാടുണ്ടാവേണ്ട മനുഷ്യന്മാരോട് നന്ദികേട് കാണിക്കാൻ പറ്റുമെന്നുള്ള നമ്മുടെ ചോദ്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പാടുണ്ടാവേണ്ടത് ആരെടുത്താണ്? കടപ്പാടിൻ്റെ അളവിൽ പടച്ചവനോളം വേറെ എന്താണ് വരിക? അതിൻ്റെ അടുത്തേക്ക് വേറെ എന്താണ് വെക്കാൻ പറ്റുക? ആ പടച്ചവനോട് ഇങ്ങനെ നന്ദികേട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അർഹിക്കുന്നുണ്ട്. മാത്രമല്ല നരകത്തിൻ്റെ നീതിയുടെ ഒരു എലമെൻറ്റ്, അഥവാ നരകം നീതിയാണെന്നുള്ളത് ബോധ്യപ്പെടുന്നത് അത് വിശാലമായിട്ട് പരലോകത്തെ പറ്റി നോക്കുമ്പോൾ നമ്മൾ, അഥവാ ഇത്രയും സൗകര്യങ്ങൾ പഠിച്ചു നൽകിയിട്ട് ഇത്രയും പരീക്ഷണങ്ങളോട് നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന ഒരാൾക്ക് പഠിച്ച സ്വർഗം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്രയും അനുഗ്രഹങ്ങൾ പടച്ചവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, അത്രയും വിശാലമായിട്ടുള്ള ഓപ്ഷൻ പടച്ചവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇത്ര പാപമോചനം തുറന്നിട്ടിട്ടും ഇത്രത്തോളം പ്രതിഫലം നേടാനുള്ള അവസരങ്ങൾ തുറന്നിട്ടിട്ടും ഇത്രത്തോളം കണിശമായ നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഓഫറുകളും ഇതെല്ലാം കൊടുത്തിട്ടും ആ ബുദ്ധിയോടുകൂടി അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾക്ക് അപ്പുറത്ത് സ്വർഗം കൊടുത്തിട്ട് ഈ ഒരു അവസരം സ്വീകരിച്ച് വിജയിച്ച ഒരാൾക്ക് സ്വർഗം കൊടുത്ത അയാളോട് നീതി കാണിക്കുന്നുണ്ടെങ്കിൽ ആ നീതി പൂർണ്ണമാകുന്നത് അതേ ഓപ്ഷനിൽ അതേ അവസരത്തിൽ അത് വിജയിക്കാത്ത, അതിനെ നിഷേധിച്ച, അതിനെ തള്ളിക്കളഞ്ഞ, അതിനൊഴിവാക്കിയ ആൾക്ക് ശിക്ഷ കൂടി കൊടുക്കുമ്പോഴാണ്. പിന്നെ ആ ശിക്ഷയുടെ ഭീമമായിട്ടുള്ളൊരു അവസ്ഥ അവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒരാൾ പോലും നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രസ്താവനകൾ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുക. ഒരാളുടെ പ്രസ്താവനയിൽ പോലും പടച്ചോനെ എന്നോട് അനീതി കാണിച്ചു എന്ന് കാണാൻ കഴിയുമോ? അല്ലെങ്കിൽ പടച്ചോനെ ഞാൻ ഇത്ര ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ടോ, ഇത്ര ശിക്ഷ അനുഭവിക്കാതെ തെറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ആരും ചോദിക്കൂല. ആരും ചോദിക്കുന്നതായിട്ടൊരു പ്രസ്താവന പോലും ഖുർആനിൽ കാണാൻ കഴിയില്ല. ഖുർആനിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രസ്താവനയായിട്ട് കാണാൻ കഴിയുന്നത് എന്താ? ഞാൻ കേട്ടിരുന്നു റബ്ബേ, എൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു റബ്ബേ, ഞാൻ നിഷേധിച്ചതാണ്, എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിഷേധിച്ചതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ കേട്ടാൽ മതിയായിരുന്നു. ലോ കുന്നാ നസ്മഉ ഔ നഅഖിലു, ഞാൻ കേട്ടാൽ മതിയേനി, ഞാൻ ചിന്തിച്ചാൽ മതിയായിരുന്നു, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാമായിരുന്നു. അപ്പോൾ ആരുടെ തെറ്റാണ്? എൻ്റെ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണ്. അഥവാ അങ്ങനത്തെ ആളല്ലാത്ത ഒരാളും നരകത്തിലേക്ക് പോകില്ല. ഞാൻ ആ നരകത്തിന് അർഹനാണെന്ന് ബോധ്യപ്പെടാത്ത, ആ ബോധ്യം സംഭവിക്കാത്ത ഒരാൾ നരകത്തിലേക്ക് പോകില്ല. അത് നീതിയുടെ പീക്നെസ് ആണ്. അങ്ങനത്തെ ഒരു നീതി എവിടെയും കാണാൻ കഴിയില്ല. അത്രത്തോളം മനോഹരമായ നീതി നിർവ്വഹണം വേറെ എവിടെയും കാണാൻ കഴിയില്ല. അഥവാ ശിക്ഷ ലഭിക്കുന്ന ആൾക്ക് ബോധ്യപ്പെടുകയാണ് ഞാൻ അതിന് അർഹനായെന്ന് ബോധ്യപ്പെടുകയാണ്. ഒറ്റ കാര്യം മാത്രം ഒരു കൺസേൺ ആയിട്ട് ചോദിക്കോളൂ, ഒരവസരം കൂടെ തരുമോ? അതിനർത്ഥം എന്താ? ഈ അവസരം പാളിപ്പോയി, ഈ അവസരത്തിൽ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല, ഞാനാണ് ഈ പ്രവർത്തനത്തിന്, ഈ അവസ്ഥക്ക് കാരണക്കാരനെന്ന ബോധ്യപ്പെടൽ. ആ ബോധ്യപ്പെടൽ സംഭവിച്ചതിന് ശേഷം മാത്രമേ, അഥവാ നീതിയുടെ ഏറ്റവും മനോഹരമായ രൂപം, ഒരു ശിക്ഷ നൽകുമ്പോൾ ഇത്രത്തോളം നീതിയോടുകൂടി ശിക്ഷ നൽകാൻ വേറൊരു സംവിധാനത്തിനും കഴിയില്ല. ശിക്ഷയ്ക്ക് പാത്രമാകുന്ന മനുഷ്യൻ ഞാൻ അതിന് ഡിസേർവിംഗ് ആണെന്ന ബോധത്തോട് കൂടിയിട്ട് ആ ശിക്ഷയിലേക്ക് നടന്നെടുക്കുന്ന രൂപം, അത് നമുക്ക് ഇസ്ലാമിനെ നരകത്തിൽ കാണാൻ കഴിയുന്നില്ല.